പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. അല്പമൻ എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചിന്തക്കടി യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. അവൻ ഭൂവാസികളിൽ തലവന്മാരുടെ ധൈര്യം കെടുക്കുന്നു. ജോബ് 12:24. അവൻ ഭൂവാസികളിൽ തലവന്മാരുടെ ധൈര്യം കെടുക്കുന്നു. ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത മാത്രമാണ് ഇന്ന് പ്രഭാതത്തിൽ പറയുന്നത്. നമുക്കറിയാം യോബിൻ്റെ പുസ്തകത്തിലെ 12, 13, 14 ഒക്കെ യോബിൻ്റെ പ്രതിവാദങ്ങൾ, അതോടൊപ്പം തന്നെ യോബിൻ്റെ 3-ാമത്തെ പ്രതിവാദങ്ങൾ, അങ്ങനെയൊക്കെ ഒത്തിരി പ്രതിവാദങ്ങളുടെ ഒരു ചാപ്റ്ററാണ്, അധ്യായങ്ങളാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. എന്നാൽ അവിടെ വായിക്കുന്നൊരു ഭാഗം, അവൻ ഭൂവാസികളിൽ തലവന്മാരുടെ ധൈര്യം കെടുക്കുന്നു. അപ്പം ചില തലവന്മാരുടെ ധൈര്യത്തെ ദൈവം കെടുക്കും. ഞാൻ ആ വചനം അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പശ്ചാത്തലങ്ങളെക്കാൾ കൂടുതൽ ആ വചനം എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചില ഭൂവാസികളിൽ അധിപതിയായവരുടെ ധൈര്യത്തെ കെടുത്തിക്കളയാൻ പോവാം എന്ന് പറഞ്ഞാൽ, ചിലതിനൊക്കെ അധിപതിയായിട്ടിരുന്നു കൊണ്ട് ചിലരെയൊക്കെ വേദനിപ്പിക്കുന്ന, എന്നെ നിങ്ങളെയൊക്കെ ഹൃദയംഗമായി വേദനിപ്പിക്കുന്ന ചില അധിപരുടെ ധൈര്യത്തെ കെടുക്കുന്ന ദിവസങ്ങളാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്തേ. നിങ്ങളുടെ അധിപതി നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? അവരുടെ ധൈര്യം കെട്ടുപോകും. അതെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആത്മാവിൽ ജീവിക്കും, നിങ്ങൾ എഴുന്നേൽക്കും, നിങ്ങൾ പണിയും, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും, നിങ്ങൾ നന്മ പ്രാപിക്കും. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ്, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അത് പ്രാപിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില അധിപന്മാരുടെ ധൈര്യത്തെ ദൈവം കെടുക്കുക. അപ്പം ചിലർ എന്ത് ചെയ്യുന്നുണ്ട്? യാതൊരു ഭയവും കൂടാതെ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അന്യായമായിട്ട് ചെയ്യാനായിട്ട് ചില അധിപന്മാർ മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ധൈര്യത്തെ കെടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അവർ വായിക്കുന്നവൻ ഭൂവാസികളിൽ തലവന്മാരുടെ ധൈര്യം കെടുക്കുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ചിലതൊക്കെ നിങ്ങളുടെ മേൽ അധിപതികൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ഭയവും കൂടാതെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വചനം ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഞാൻ ഈ വചനം ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് ഒന്ന് കൈമാറുകയാണ്. ഭൂവാസികളിൽ അധിപന്മാരുടെ ധൈര്യത്തെ കെടുത്തിക്കളയും കേട്ടോ. അങ്ങനെ അവർക്ക് പിന്നെ മുൻപോട്ട് ചലിക്കാൻ കഴിയാതെ വണ്ണം അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അവരായിപ്പോകും. ആയതിനാൽ ഇന്ന് പ്രഭാതത്തിലും നിനക്ക് വിരോധമായി വരുന്ന ഒന്നും നിനക്ക് ഭരിക്കില്ല കേട്ടോ. അധിപന്മാരുടെ ധൈര്യത്തെ ദൈവം കെടുത്തിക്കളയും. വിശ്വസിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനാട് സ്തോത്രം. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം, സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.